The Real FM 103.6. ശ്രദ്ധ. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കുട്ടികളിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നാം ഏറെ ചർച്ച ചെയ്തതാണ്. ഇപ്പോഴിതാ കളിക്കാൻ മൊബൈൽ ഫോൺ നൽകാത്തതിന് സ്വന്തം അമ്മയെ കഴുത്തിന് കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് 14 വയസ്സുകാരൻ. കോഴിക്കോട് പയ്യോളിയിലാണ് സംഭവം. അനിയന്ത്രിതമായുള്ള ഫോൺ ഉപയോഗം ശീലിച്ചാൽ പിന്നീട് അത് തീരെ നിയന്ത്രിക്കാനാവാതെ വരികയും രക്ഷിതാക്കളോ മറ്റോ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന പക്ഷം പെരുമാറ്റ വൈകല്യങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയായിട്ടും ഒരു കളിപ്പാട്ടം പോലെ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ നൽകുന്ന രക്ഷിതാക്കളുമുണ്ട് എന്നതാണ് സത്യം. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരിയേക്കാളും വലിയ ലഹരിയായി മൊബൈൽ ഫോൺ മാറുന്നു എന്നത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഈ വിഷയത്തിൽ പ്രൊഫസർ എം.എൻ. കാരശ്ശേരിയുടെ പ്രതികരണത്തോടെ ഇന്നത്തെ ശ്രദ്ധ ആരംഭിക്കുന്നു. മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കാൻ സമ്മതിക്കാത്തതിന് ഒരു കുട്ടി സ്വന്തം മാതാവിനെ കത്തിയെടുത്ത് കുത്തി പരിക്കേൽപ്പിച്ചു എന്നാണ്. അപ്പോ എല്ലാ തരത്തിലുള്ള അഡിക്ഷനെ പറ്റി നമ്മൾ പറയും. അതിപ്പം മദ്യം, മയക്കുമരുന്ന്, പുകവലി, അങ്ങനെ അതിനേക്കാളൊക്കെ ഭീകരമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. അതിപ്പോ വേറൊരു മയക്കുമരുന്നായിരിക്കാണ്, വേറൊരു ഭ്രാന്തായിരിക്കാണ്. നമുക്കത് എന്തിനാണ്, ഏതിനാണ്, നമ്മൾ ആരാണ് ഒന്നും തിരിയുന്നില്ല. പെറ്റമ്മയെക്കാൾ വലിയ ഒന്നും ലോകത്തില്ല. എല്ലാ പുസ്തകങ്ങളും അങ്ങനെയാ പറയുന്നത്. മുഹമ്മദ് നബി പറയുന്നുണ്ട്, ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം. രാമൻ പറഞ്ഞതായിട്ടൊരു കഥയുണ്ട്, അമ്മയും അമ്മാറും സ്വർഗത്തെക്കാളും മേലെയാണ്. ജനനീ ജന്മഭൂമിഷ്ഠ സ്വർഗാദവി ഗരീയ സിഗ്ന. അപ്പോ എല്ലാ സംസ്കാരങ്ങളും ഇങ്ങനെയാണ്. ഇപ്പം ക്രൈസ്തവ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ സ്ഥാനമാണ് മാതാവിനുള്ളത്. എല്ലാ സംസ്കാരങ്ങളും അങ്ങനെയാണ്. എന്താണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്, എന്താണ് അവർ പരിശീലിക്കുന്നത്, ആരെയാണ് അവർ ബഹുമാനിക്കുന്നത്, ആരെയാണ് അവർ സ്നേഹിക്കുന്നത്, ഈ അളവിൽ എങ്ങനെയാണ് അവർക്ക് ഹിംസ. ആലോചിച്ച് നോക്കൂ, സ്വന്തം അമ്മയെ കത്തിയെടുത്ത് കുത്തുകയാണ്. വകതിരിവുള്ള ഒരു കുട്ടി, ഭ്രാന്തില്ലാത്തൊരു കുട്ടി ഇങ്ങനെ ചെയ്യൂ. കള്ളു കുടിച്ചിട്ട് മയക്കുമരുന്നൊക്കെ അടിച്ചിട്ട് ഭ്രാന്തായിട്ട് ആള് ചെയ്തു എന്ന് പണ്ട് കേട്ടിട്ടുണ്ട്. അതും ഇങ്ങനെ സ്വന്തം അമ്മയോടൊക്കെ ഉള്ളത് അത്യപൂർവമാണ്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ വൃദ്ധന്മാര്, പ്രത്യേകിച്ച് മാതാപിതാക്കള്, കാരണവന്മാരൊക്കെ, മുത്തശ്ശിമാരൊക്കെ എത്ര വലിയ അവഗണനയും ആക്രമണവും നേരിടുന്നുണ്ട് കാണിക്കുന്നുണ്ട്. കേരളീയ സമൂഹത്തിന്റെ പുതിയ ഒരു ഉദാഹരണമാണ് നിർഭാഗ്യവശാൽ ഇത് ഞാൻ കാണുന്നത്. ഞാൻ കുറെ കാലം ഒരു അധ്യാപകനായിരുന്നു എന്നുള്ള കാര്യം കൂടി ആലോചിക്കുമ്പോൾ അങ്ങേയറ്റം നാണക്കേട് തോന്നുന്നുണ്ട്. നമ്മുടെ രക്ഷകർത്താക്കള് അവര് കുട്ടികൾക്ക് മയക്കുമരുന്ന് വാങ്ങിക്കൊടുക്കുകയില്ലെങ്കിൽ അവരവരുടെ കുട്ടികളുടെ മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കാൻ തീർച്ചയായിട്ടും മുന്നോട്ട് വരണം. അതാണ് ഇതിന്റെ പാഠം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോവിഡാനന്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വർദ്ധിച്ച ഉപയോഗം കുട്ടികളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുമൂലം ഏറ്റവും അധികം പ്രയാസമനുഭവിക്കുന്ന ഒരിടം വിദ്യാലയങ്ങളുമാണ്. മൊബൈൽ ഫോൺ കുട്ടികളുടെ പഠനത്തിന് വളരെ അത്യാവശ്യമായ ഒരു ഉപകരണമാണെന്ന് വിശ്വസിക്കുന്ന രക്ഷിതാക്കളും കുറവല്ല. നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ മൂസക്കോയ നടുവണ്ണൂർ ശ്രദ്ധയോട്. ഈ കോവിഡ് കാലത്തിന്റെ സൈഡ് എഫക്ട് എന്ന നിലയിൽ ഒരുപാട് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളും അതിൻ്റെതായ പ്രത്യാഘാതങ്ങളെ കുറിച്ചൊക്കെ പലപ്പോഴായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ദൃശ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അദൃശ്യമായിട്ടുള്ള ഇതിന്റെ ഒരു സൈഡ് എഫക്ട് എന്ന നിലയിൽ അഡ്രസ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ വ്യാപകമായി വിതരണം ചെയ്ത സമയത്ത് കോവിഡിന്റെ എഫക്ട് കഴിഞ്ഞതിന് ശേഷവും അതിൽ നിന്ന് പിൻവാങ്ങാൻ നമുക്ക് സാധിക്കാത്തതും അതിന്റെ ഫലമായിട്ട് അതിന്റെ ദുരുപയോഗം നമ്മുടെ സമൂഹത്തിൽ നിശബ്ദമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രത്യാഘാതങ്ങളും നമുക്ക് ഇനിയും അഡ്രസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് എന്റെ ഒരു പക്ഷം. അത് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ വിദ്യാലയങ്ങളിലാണ്. അധ്യാപകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോഴും നല്ലൊരു ശതമാനം രക്ഷിതാക്കളും കുട്ടികൾക്ക് പഠന പ്രക്രിയയ്ക്ക് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് മൊബൈൽ ഫോൺ എന്ന നിലയിൽ വിശ്വസിക്കുന്ന വിദ്യാസമ്പന്നരായ രക്ഷിതാക്കൾ പോലുമുണ്ട്. അവരിപ്പോഴും സ്കൂളിലെ പ്രോസസ് എല്ലാം ഫോണിലൂടെയാണ് എന്ന് വിശ്വസിച്ചു പോരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ രക്ഷിതാക്കളെ വിശ്വസിപ്പിക്കുകയും തനിക്ക് ഫോണിലൂടെ പഠന സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് രക്ഷിതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഫോണ് പഠനത്തിലുള്ള വ്യാജേന ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ അധ്യാപക വൃന്ദത്തിന് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികൾ ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വളരെ വിദൂരങ്ങളിലുള്ള ആളുകളുമായിട്ട് കണക്ഷൻ സ്ഥാപിക്കുകയും അങ്ങനെ കുട്ടികളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ വളരെ വ്യാപകമായിട്ടുണ്ട്. എന്റെ ബന്ധുവലയത്തിലും സുഹൃത്ത് വലയത്തിലും ഒക്കെയുള്ള ഒരു 3 കുട്ടികളെ എനിക്കറിയാം. ഇപ്പോഴും
ആ കാലഘട്ടത്തില് വീട്ടിലിരുന്ന് ഫോണിലൂടെ മാത്രം നോക്കിയിരുന്ന അങ്ങനെ കഴിഞ്ഞുകൂടിയ ആ കുട്ടികള് പിന്നീട് വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഫോൺ കിട്ടിയിട്ടില്ലെങ്കിൽ വളരെ ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന കുട്ടികളെ എനിക്കറിയാം. നമ്മുടെ രക്ഷിതാക്കള് ഇപ്പോഴും കുട്ടികളുടെ ഈ മാനസിക പ്രായത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായ ഒരു ബോധ്യം ഇല്ല എന്നുള്ളതാണ്. 13 വയസ്സുള്ള കുട്ടിയാണെങ്കിലും അവന്റെ ശാരീരിക പ്രായം 13 വയസ്സാണെങ്കിലും ഈ കാലത്ത് അവൻ ചിന്തിക്കുന്നത് ഒരു 25 വയസ്സുകാരനോ 30 വയസ്സുകാരനോ ചിന്തിക്കുന്ന രീതിയിലാണ്. ആ സാമർഥ്യങ്ങളൊക്കെ അവൻ ഉപയോഗിക്കുമ്പോഴും എന്റെ മകൻ ഒരു ചെറിയ കുട്ടിയാണ്, എന്റെ മകന് 14 വയസ്സുകാരനാണ്, സ്കൂൾ വിദ്യാർത്ഥിയാണ് എന്നുള്ള ഒരു ധാരണയിൽ കുട്ടികളെ അപ്പാടെ അങ്ങ് വിശ്വസിച്ചു പോകുന്ന രക്ഷിതാക്കളാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ അത് ചൂഷണം ചെയ്യുന്ന ഒരുപാട് പേരെ കാണാൻ സാധിക്കും. എന്റെ ഒരു പരിഹാര നിർദ്ദേശം ഇതാണ്. നമ്മുടെ വിദ്യാലയങ്ങളിൽ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലും നാട്ടിലുമൊക്കെ തന്നെ പഴയ കാലത്തുണ്ടായിരുന്ന കുട്ടികൾക്ക് ഇടപെടാനുള്ള ഇടങ്ങൾ കുറഞ്ഞുപോയി. കളിസ്ഥലങ്ങളില്ല, കുട്ടികൾക്ക് ഇടപഴകാനുള്ള മേഖലകളില്ല, കുടുംബ ബന്ധങ്ങളില്ല, സാമൂഹ്യ ബന്ധങ്ങളില്ല. ഈ ബന്ധങ്ങളും ഈ രീതിയിൽ കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ മറ്റുള്ളവരുമായിട്ട് വീടിന് പുറത്ത് ഇടപെടാനും ഒക്കെയുള്ള അവസരങ്ങൾ കൂടുതൽ വലുതാക്കുന്നതിലൂടെ മാത്രമേ ഈ വിപത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു ഉപദേശം കൊണ്ടോ എന്തെങ്കിലും നിയമം മൂലം മാത്രം ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അനിയന്ത്രിതമായ മൊബൈൽ ഫോൺ ഉപയോഗം ശാരീരികവും മാനസികവുമായ നിരവധി പ്രശ്നങ്ങളാണ് കുട്ടികളിൽ ഉണ്ടാക്കുന്നത്. ഇത് രക്ഷിതാക്കൾ തിരിച്ചറിയാതെ പോകുന്നതുമൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന പെരുമാറ്റ ദൂഷ്യങ്ങളെ തടയാൻ കഴിയുന്നുമില്ല. സൈക്കോളജിക്കൽ കൗൺസിലറും HR ട്രെയിനറുമായ ഡോക്ടർ KK കുഞ്ഞമ്മദ് 2019, 20, 21 കാലഘട്ടത്തിൽ 69 കുട്ടികളാണ് മൊബൈലിന്റെ അമിതമായ ഉപയോഗം മൂലം ആത്മഹത്യ ചെയ്തത് എന്നാണ് കേരള പോലീസിന്റെ കണക്ക്. അങ്ങനെ മൊബൈലിന്റെ അമിതമായ ഉപയോഗം കുട്ടികളിൽ സ്വഭാവ ദൂഷ്യം, കോണ്ടക്ട് ഡിസോർഡറുകൾ ഉണ്ടാക്കി തുടങ്ങി എന്നതിൽ സംശയമില്ല. മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് കുട്ടികൾ അതിലൂടെ കാണുന്ന റീലുകള്, ഓൺലൈൻ ഗെയിമുകള്, അശ്ലീല വീഡിയോകള് ഇതെല്ലാം കാണുന്ന സമയത്ത് അവരുടെ തലച്ചോറിലെ ഫ്രോണ്ടൽ ലോബിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പമൈൻ ഹോർമോണാണ് സന്തോഷത്തിന്റെ ഹോർമോൺ. കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് റീലുകളും ഓൺലൈൻ ഗെയിമുകളും അശ്ലീല വീഡിയോകളും ഒക്കെ തന്നെ കാണുമ്പോൾ അവരുടെ ഫ്രോണ്ടൽ ലോബിൽ ഡോപ്പമൈൻ ഉൽപാദനം നടക്കുന്നു. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോയിക്കൊണ്ട് ചടുലമായ ദൃശ്യങ്ങൾ കാണുന്ന കുട്ടികളിൽ ഡോപ്പമൈന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും ഇത് തലച്ചോറിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതിന്റെ ഭാഗമായി കുട്ടികൾ അമിതമായ ആനന്ദത്തിലേക്ക് എത്തുകയും പെട്ടെന്ന് രക്ഷിതാക്കൾ വന്ന് ഈ മൊബൈൽ പിടിച്ചു വാങ്ങുകയോ അല്ലെങ്കിൽ അവരെ ചീത്ത പറഞ്ഞുകൊണ്ട് അത് നിർത്താൻ ആവശ്യപ്പെടുകയോ ചെയ്യുമ്പോൾ ഈ ഡോപ്പമൈന്റെ അളവ് പെട്ടെന്ന് കുത്തനെ കുറയുകയും അതിന്റെ ഭാഗമായി കുട്ടികളിൽ നിരാശാബോധം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ സമയത്ത് അവരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കുട്ടികൾ മാറുന്നു എന്നതുകൂടി പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കളോട് പറയാനുള്ളത്, കുട്ടികൾ കുറേ സമയം നിരന്തരമായി മൊബൈൽ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് പോയിട്ട് അത് നിർത്താൻ പറയുക അല്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങുക, ഇതൊന്നും ഒരു കാരണവശാലും ചെയ്യരുത്. സാവധാനം അവരെ പറഞ്ഞു മനസ്സിലാക്കി ഒന്ന് സ്നേഹിച്ച് തൊട്ടും തലോടിയും അവരോട് സാവധാനത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി മൊബൈല് തിരിച്ചു വാങ്ങാനും അതുപോലെ തന്നെ ആ മൊബൈലിന്റെ കാണൽ അവസാനിപ്പിക്കാനും പറയുകയാണ് വേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്നതുപോലെ രക്ഷിതാവിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നത് പോലുള്ള അല്ലെങ്കിൽ രക്ഷിതാവിനെ ആക്രമിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും തന്നെ കുട്ടികളിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഫോണിന്റെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുക എന്നത് ഇക്കാലത്ത് പ്രായോഗികമല്ല. എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ ഇതിൽ ഒരു പരിധി നിശ്ചയിക്കുക എന്നത് വളരെ അത്യാവശ്യവുമാണ്. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കുട്ടികളിൽ ശാരീരികവും മാനസികവും സാമൂഹികവുമായ നിരവധി മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് എല്ലാ പഠനങ്ങളും പറയുമ്പോഴും അതിനെ തീരെ ഗൗനിക്കാത്ത ഒരു വിഭാഗം രക്ഷിതാക്കൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഒരു പാഠമായി എടുത്തുകൊണ്ട് രക്ഷിതാക്കളും അധ്യാപകരും പൊതുസമൂഹവുമൊക്കെ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.